ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു തേങ്ങാ ചട്നി. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഉഴുന്നോടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ചട്നിയാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തേങ്ങാ ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ആദ്യം പീര, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പുളി വേണമെന്നുള്ളവർക്ക് ഒരു പുളി മാങ്ങ, വേപ്പല, ഇതെല്ലാം വറുതാളിക്കാനുള്ള സാധനങ്ങളാണ്. ഉള്ളി, കടുക്, വറ്റൻമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും മതി നമ്മുടെ തേങ്ങ ചട്നിക്ക് വേണ്ട. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകും മാങ്ങായും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞിടണം, അല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ ചിലപ്പോൾ അതുപോലെ തന്നെ കിടക്കും. കുറച്ച് ഉപ്പിടണം, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, എന്നാലേ നല്ലപോലെ കഷി പോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് അരക്കണം. അരക്കാനുള്ളത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. അത് കഴിഞ്ഞ് വറ്റൻമുളക്, അത് കഴിഞ്ഞ് ഉള്ളി വട്ടത്തിലരിഞ്ഞത് നല്ലപോലെ വഴറ്റുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടാനായിട്ട് ഉഴുന്ന് പരിപ്പ് ഇടുന്നതല്ല, അത് കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ തേങ്ങ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുക. ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ആവശ്യമുള്ളതുപോലെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും, വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് തിളക്കാനായിട്ട്, തിളച്ച് കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പൊരിച്ചിരി പോരാ. ചില ആളുകൾ ഇതുപോലെ ചീനച്ചട്ടിയിലൊന്നും ഒഴിച്ച് വെച്ചേക്കത്തില്ല. അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഈ വറ താളിച്ച് അങ്ങ് ഇടത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒന്ന് തിളക്കും വരെ വെച്ചിരിക്കുക. തിളച്ച് തുടങ്ങി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി റെഡിയായി. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ഉഴുന്നുവടയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും, ഇന്ത്യൻ കാപ്പി ഹൗസിലാണെങ്കിൽ ഇത് പൂരിയുടെ കൂടെ, പൂരി മസാലയുടെ കൂടെ ഒരു ഈ ചട്നി വെക്കാറുണ്ട്. അതും ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.